ഹലോ യെസ് വെൽക്കം ബാക്ക് ചാനൽ. നമ്മൾ മൂവി എഫക്ട്സാണ് ഞാൻ. മഴയൊക്കെ കൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോലെ ശ്രദ്ധിക്കേണ്ട, ഭയങ്കര ലാഗായിരുന്നു, ആറാത്ത വീഡിയോ ആണ് ചെയ്തത്. ഏകദേശം എന്ന് പറയുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് നിവിൻ പോളിയുടെ ഒരു സിനിമയെ പറ്റിയുള്ള റിവ്യൂ പറയാണ്. സൗണ്ടും പ്രശ്നമാണ് കേട്ടോ, മൈക്കൊക്കെ ഇത് കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു മടുത്തൊരു ജേണൽ എന്നാൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, അതായത് നമുക്കറിയാവുന്ന ടൈപ്പ് കഥയാണ്, പക്ഷെ അത് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒരു കോമഡി ഒപ്പോ തുടക്കം പോലെ അവസാനം വരെ ചിരിച്ച് ഒപ്പമുള്ള വെച്ചാണ് കോമഡി. എന്തൊക്കെ വേണമാലും ഇപ്പോൾ ഒരു സിനിമ ഒരാൾക്ക് ഒരു കാണാൻ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും പോയി കാണാൻ നമുക്കൊരു റൊമാൻസ്, അതായത് അറിയാമല്ലോ, റൊമാൻസ് ടൈപ്പ് ഒരു മൂവിയാണ്. റോക്കോ ടൈപ്പാണ്, റോക്കോ ടൈപ്പ് സാധനമാണ്. അപ്പം ഗിരീഷ് ഏടി സിനിമയാണ്. നമ്മൾ പ്രേമലു സൂപ്പർ സ്റ്റാറിനെ കണ്ടവർക്ക് അറിയാം. അപ്പം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു അതായത് നമ്മൾ ഇതിൽ പോകുന്നില്ല, ബയാം ഗെയിം അയാം ഗെയിമിൽ പോകുന്നതൊക്കെ ഇരുന്ന് കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് പോയതാണ്. ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്തായാലും. ഖലീഫ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഇട്ടില്ല. അത് കുറച്ച് പ്രശ്നങ്ങളാണ്, ഇടാൻ പറ്റിയ സമയത്ത് ഇനിയിപ്പോൾ ഇടാം നോക്കിയിട്ട്. അപ്പോൾ എന്തിന് ഖലീഫയും ഖലീഫ ഗൈസ്, നിങ്ങൾ നെഗറ്റീവ് കൊണ്ട് കയറിയ സിനിമയാണ് ഖലീഫ. ആ നെഗറ്റീവ് ഉണ്ടായി കിടിയായിരിക്കുകയാണ് സിനിമയാണ് ഖലീഫ. എനിക്ക് ഇത് നെഗറ്റീവ് പറയാൻ മാത്രം എനിക്ക് തോന്നിയൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമ. ഒരു ഹൈപ്പിനനുസരിച്ചുള്ള എന്ന് വെച്ചാൽ ഹൈപ്പിനനുസരിച്ചൊക്കെ കുഴപ്പമില്ലാതുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഈ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായാലും എങ്ങനെയായാലും നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഫുൾ കോമഡിയാണ്. നമ്മൾ റോഷൻ ഷാനാസ് ഉണ്ട്, പിന്നെ അയ്യോ പേര് ഞാൻ പറഞ്ഞു, അവരെല്ലാവരും ഉണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണ, പിന്നെ അവരൊക്കെ ഫുൾ കോമഡിയാണ് എല്ലാവരും. നിവിൻ പോളി കോമഡിയാണ്, സംഗീത് പ്രതാപ്, പിന്നെ അതിൽ മമിത ബൈജു ഒക്കെ ഇടില്ലായിരുന്നു, കൊള്ളാം. എല്ലാവരുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, ക്യാരക്ടറൊക്കെ പക്ക പീക്കായിരുന്നു എല്ലാവരും. മമിത ബൈജുവിൻ്റെ ക്യാരക്ടറായാലും അവിടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ എല്ലാവരും അടിപൊളി ക്യാരക്ടറാണ്. പീക്ക് സാധനങ്ങളായിരുന്നു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഡിസപ്പോയിൻറ്റ് ചെയ്തു, ഇരുന്ന് സിനിമ എന്ന് പറഞ്ഞ ഫുൾ കോമഡിയാണ് കേട്ടോ. ഒരു ക്ലൈമാക്സിലൊരു 25-30 മിനിറ്റ് അകത്ത് 25-30 മിനിറ്റ് ആയിരുന്നു കുറച്ച് കോമഡി കുറവുണ്ടായത് ക്ലൈമാക്സിനടുപ്പിച്ച്. അതിനകത്തുള്ള 25 മിനിറ്റ് കഴിഞ്ഞു. അതിനകത്തുള്ള എല്ലാം ഫുൾ കോമഡി. തുടക്കം മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ലാഗില്ല പണം. നമ്മൾ കാണുന്ന പടമാണെങ്കിൽ അയ്യോ ഈ 5 മിനിറ്റ് ആയാലും എന്ത് ഈ 5 മിനിറ്റ് പോണില്ല ലാഗ് എന്നും ഒരു ലാഗില്ലാത്ത പടം. ടീപ്പ് പോയി അതോട് ഒരു ലാഗില്ലാതെ കിട്ടിയ പടം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പടം. ലാഗ് അടിച്ചു തുടങ്ങിയ ഫോൺ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പടം. നിങ്ങൾ എന്തായാലും ഓണത്തിന് ഫ്രീ ആണ്. ഒരു അടിയായിട്ടുള്ള ഫൈറ്റ്സ് ആണ് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് എന്തോന്നാണ് ഈ ഫീൽ ഗുഡ് മൂവി ആയിട്ടുള്ളതും കോമഡി ആയിട്ടുള്ള സിനിമാസും കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ ഓണത്തിന് ഏജ് പോകുന്നുണ്ടെങ്കിൽ ബത്ലഹേം കുടുംബം ഫിക്സ് ചെയ്തോളൂ. ഞാൻ ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. എനിക്ക് ഉറപ്പായിരുന്നു. കോമഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കോമഡി അല്ലേ, ഇരുന്ന് കാണാം എന്നൊക്കെയാണ് കെയർ ചെയ്തത്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഭരതനാട്യം ടു മോഹിനിയാട്ടം ആ സിനിമ കണ്ടതിന് ശേഷം, ആ സിനിമ കണ്ടാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. അത് എങ്ങനെയല്ല ഇതിൽ അതിന് ശേഷം സിനിമ ഫുൾ കണ്ട് ഇൻ്റർവെല്ലിലും അതിന് ശേഷം ഇരുന്ന് കുത്തിയിരുന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുള്ളൂ. അറിയാമോ, എനിക്കിഷ്ടം കൂടുതലും ഫൈറ്റ്, ഹൊറർ ഫൈറ്റ്സ്, ആക്ഷൻസ് അതൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കോമഡി ഈ റൊമാൻസ് ഒക്കെ ഇഷ്ടമാണ്, ആണ് ഇതിന് വന്നത്. പിന്നെ കോമഡി ഒന്നും എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമില്ല. കോമഡി ഇഷ്ടമല്ലെന്നല്ല, കോമഡി ടൈപ്പ് സിനിമ കൂടുതൽ കാണാതെ ഈ ആക്ഷൻ പടങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം ആക്ഷൻ പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കോമഡിയും റൊമാൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് കണ്ടത്. പക്ഷേ എന്തോ ഒരു ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അപ്പോൾ നിവിൻ പോളി എന്തായാലും എങ്ങനെയായാലും ഡിസപ്പോയിൻറ്റ് ചെയ്ത് ഒരിക്കലും സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ കയറുമായിരുന്നു. ഗിരീഷ് ഏടിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിരീഷ് ഏടിയുടെ ഫസ്റ്റ് ആർട്ടിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന സിനിമയാണ്. കാര്യം പ്രേമലു, സൂപ്പർ സ്റ്റാർ അതൊക്കെ കുറച്ച് ആൾക്കാർ ആർട്ടിസ്റ്റും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ചെയ്യുന്ന സിനിമയാണ്. ഇത് ഫുൾ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്ത സിനിമയാണ്. സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, പിന്നെ ഇൻഫ്ലുവൻസർ ജാസർ ക്ലിക്സ് ഒക്കെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ പ്രേമലു ഒക്കെ ഉണ്ടല്ലോ, പേര് ഞാൻ പറഞ്ഞു, സോറി. അപ്പം പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഒരു സുരേഷ് കൃഷ്ണ, അമിതാഭ് ബൈജു, നിവിൻ പോളി, അങ്ങനെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. എന്തായാലും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നു ഞാൻ പറയാം. നിങ്ങൾ പോയി കണ്ടു നോക്കും, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിലൊക്കെ കേട്ടോ. അപ്പം ബത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെ ഈ ഓണം തൂക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഖലീഫയും തൂക്കാൻ സാധ്യതയുണ്ട്.
ഖലീഫ ഇത് എന്താണ് ബത്ലഹേം കുടുംബം വേണ്ടിയിട്ട് 15 കോടി, ഇപ്പം കൂടിയെന്ന് തോന്നുന്നു. ഖലീഫയ്ക്ക് 14.5 കോടി. അപ്പം ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റാണെന്ന് വെച്ചാൽ കോമഡി പടമാണ് ഇത്. ഖലീഫയുടെ വെച്ച് കെയർ ചെയ്ത് കാഴ്ച നെഗറ്റീവും പോസിറ്റീവും മിക്സ്ഡ് റിവ്യൂസ് വന്നിട്ട് പോലും 14 കോടി അടിച്ചെങ്കിൽ എത്തി കിടിലമാണ്. പണ്ട് നിങ്ങൾ പോയി കണ്ടു നോക്കും. രണ്ടും കൊള്ളാതെ പടങ്ങളെ ഏറ്റവും പോയി കണ്ടു നോക്കും. ചില ആൾക്കാർ വയ്യ എത്ത് അഴക പടം കൊള്ളു എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ പോയി നിങ്ങൾ കാണരുത്. നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം. ബൈ.